ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് ഷപ്ന സെവൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരിടം വരെ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇതേ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ നോമ്പൊക്കെ അല്ലേ, ഗ്രാൻഡ് മദറിനെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾ നോമ്പ് ടൈമിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് എഡിറ്റും അപ്ലോഡൊന്നും ചെയ്യാൻ പറ്റിയില്ല. പാവം എൻ്റെ അമ്മ എന്നെ നോക്കുന്നതൊക്കെ കണ്ടിട്ട് ഏതോ അന്യഗ്രഹ ജീവികളെ നോക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. പുള്ളിക്കാരിക്ക് തീരെ ഇഷ്ടമുള്ള പരിപാടിയൊന്നും ഇല്ല. ഇത് ബസ്സായതുകൊണ്ട് ഇറങ്ങിപ്പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ചുമ്മാ ഫോട്ടോ എടുക്കാനൊക്കെ ആണെന്നും പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാണ് ഈ വീഡിയോയ്ക്കൊക്കെ ഇരുത്തുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബസ് എടുത്തിട്ടുണ്ട്. വലിയ ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം അങ്ങ് എത്തും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുനലൂരിൻ്റെ അഹങ്കാരമായ നമ്മുടെ പുനലൂർ തൂക്കുപാലം. നമ്മളെന്നും കാണുന്നത് നമുക്ക് വലിയ പുതുമയൊന്നും തോന്നത്തില്ല, പക്ഷെ അങ്ങനെയല്ലല്ലോ. ബ്രിട്ടീഷുകാരുടെ സംഭാവനയല്ലേ. ഇപ്പം പിന്നെ ആകെ ചൂടും വെയിലും ഒക്കെ ആയതുകൊണ്ട് അധികം ആളൊന്നും ഇല്ല, അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ വഴിക്ക് വരെ വന്നിട്ട് നമ്മൾ താണ്ടി ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇനി വളരെ ചെറിയ സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ ഗ്രാൻഡ് മദറിനെ മീറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് ഈ ഡ്രൈവർക്ക് അത്യാവശ്യമായിട്ട് എവിടെയോ പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ 5 മിനിറ്റിലെത്തുമ്പോഴത്തേക്ക് ഞങ്ങളെ 1.5 മിനിറ്റിൽ അവിടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടല്ല പോയത്. മാമാടെ കടയിൽ കയറി കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. എങ്കിൽ പിന്നെ വെറുതെ ഇരിക്കല്ലേ, കുറച്ച് നേരം പോക്കാവാം എന്ന് കരുതി ചെയ്തതാണ്. അപ്പോൾ ഈ ഞങ്ങൾ ഇവിടെ എത്തി. എന്തായാലും ഇന്ന് ഞങ്ങൾ വരുന്ന കാര്യം പുള്ളിക്കാർക്ക് അറിയത്തില്ല. പോയി നോക്കാം. ശബ്ദം കേൾക്കുന്നുണ്ട്. ജലക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമി അപ്പാടെ മൂടും അത്രയും വെറ്റില എത്ര വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് ചൂടിൽ ഞങ്ങളുടെ അമ്മച്ചമ്മ. ഇപ്പോൾ പിന്നെ പുള്ളിക്കാരുടെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരി ഉഷാറാണ്.